എന്താടോ നടു റോഡിൽ വണ്ടി നിർത്തിയിരിക്കണേ? എന്തായി കാണിക്കണേ? ആരാ അത്? ഞാനാണോ? ഉണ്ടക്കല്ലേ കുട്ടിയാ? ഉണ്ടക്കത്ര വാട്ടില് ഈ തലമുറയിലും ആൺകുട്ടികൾ ഉണ്ട് നീലാണ്ട. ഓ നല്ല കാര്യം. ഈ തലമുറയിലുണ്ടെന്ന് പറ. എനിക്കറിയില്ലത്. മുമ്പത്തെ കഥകൾ എനിക്ക് പറഞ്ഞു തരണ്ട. മുട്ടിയും കുത്തിയും നോക്കിയിട്ട് ഞാനെങ്ങും കണ്ടിട്ടില്ല മരുന്നിന് പോലും ഒന്നിനെ. ശേഖരൻ തരക്കേടില്ല, നല്ല പൊക്കമൊക്കെ ഉണ്ട്. അതിപ്പോ നിലമ്പൂർ കാട്ടിലെ തേക്ക് മരങ്ങളുണ്ടല്ലോ, നല്ല മഴുവിനും നല്ല കൈക്കും പണി വളരെ കുറഞ്ഞത്. ഇത്രയും കാലം കണ്ട കഥ വിട്. ഇന്ന് രാത്രി കൊണ്ട് കഥയങ്ങ് മാറുക. പെട്രോള് കുളിച്ചാ തന്റെ നിപ്പ്. കാലം കുറയായി മുണ്ടക്കാർക്ക് സൗര്യക്കേടായിട്ട് നിൽക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന പടുമരം ഞാൻ ഇന്ന് കത്തിക്കും. അവനെ, കാർത്തികേയനെ, അവനെയാ ഞാനിവിടെ പ്രതീക്ഷിച്ചത്. അതിനാ കള്ളം പറഞ്ഞ് ശേഖരൻ മാമയെ കൊണ്ട് വിളിപ്പിച്ചത്. കൊല്ലാനാന്ന് മൂപ്പരോട് പറഞ്ഞിട്ടില്ല, ഒന്ന് നന്നായി പെരുമാറി വിടാൻ അത്രയും മൂപ്പരോട് പറഞ്ഞിട്ടുള്ളൂ. അവൻ വേണ്ട, അച്ഛൻ കത്തിപ്പോയി എന്ന് അവൻ അറിഞ്ഞാൽ അത് മതി അവൻ അടങ്ങാൻ, അവൻ ഒതുങ്ങാൻ. അല്ല, ഇനി വാല് പൊക്കിയാൽ അടുത്ത പണി അവനാ. എടാ ചള്ളു ചെക്ക, എന്താടാ മുലപ്പാല് കിണിയുണ്ടാ നാക്കില്? അടുത്ത കാലിന് ചോര വരും. നെഞ്ചും കൂട് പൊളിഞ്ഞ് എന്റെ കുട്ടി പ്രാണം വിടും. വേണ്ട, എണീറ്റ് പോ. ചെറിയ പ്രായ തെരുവ് നായെ പോലെ വഴിയിൽ ചത്ത് മലച്ച് കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞ അത് വലിയ കുറവാവും കുട്ടിയെ. പോ, നീറ്റ് പോടാ. മല്ലയുദ്ധത്തിന് ഇറങ്ങാം. തനിക്ക് പോന്നവനോട് ഇല്ലാച്ചാ പുറത്ത് മണ്ണ് പറ്റും. അത് യോദ്ധാവിന്റെ പരാജയ. പോ. നേരം വൈകുന്നു, എളുപ്പം വീടെത്താൻ നോക്ക്. മംഗലശ്ശേരി അരുത്.
ഞാനൊന്ന് കണ്ടോട്ടെ. എന്നെ കാണിക്കില്ലേ? എനിക്കൊന്ന് കാണണം, ഞാനൊന്ന് കണ്ടോട്ടെ. വേണ്ട കാർത്തികേയ, കാണാനൊന്നും നമുക്ക് ബാക്കി കിട്ടിയിട്ടില്ല. കത്തിച്ച് കളഞ്ഞല്ലേ? കാർത്തികേയൻ, ഐ എം സോറി. പ്രതിയെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് അയാളുടെ രാജേന്ദ്രന്റെ ബോഡിയെ കിട്ടിയുള്ളൂ. മോളാ. മോളെ. കാർത്തികേയൻ, കാണാൻ ഇത്രേ ഉള്ളൂ. എന്തു പറഞ്ഞടാ ഞാൻ നിന്നെ, എന്റെ ഈശ്വര. ഇത് മാത്രമേ നമുക്ക് ബാക്കി കിട്ടിയുള്ളൂ.